നമസ്കാരം. ടുഡേ ഫ്രഷ് മീഡിയയുടെ വ്യത്യസ്തമായ കാസർഗോഡൻ കാഴ്ചകളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങ കാസർഗോട്ടുകാർക്ക് ഉണ്ട് കൂട്ടുകാരെ ഒരു കുഞ്ഞൻ ഡാം. പ്രകൃതിയുടെ സ്വന്തം ഹൃദയം എന്ന പോലെ തോന്നിക്കുന്ന ഒരു കുഞ്ഞൻ അണക്കെട്ട്. പ്രകൃതി സൃഷ്ടിച്ച, അതായത് വലിയ ഉരുളൻകല്ലുകൾക്കിടയിൽ പ്രകൃതി സൃഷ്ടിച്ചതുപോലെ തോന്നിക്കുന്ന അതിമനോഹരമായ ഒരു കുഞ്ഞൻ ഡാം. അതിൻ്റെ പേരാണ് ഷിറിയ അണക്കെട്ട്. ഷിറിയ എന്ന സ്ഥലവുമായി വളരെ അധികം ദൂരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് നിന്നും സീതാങ്കോളി, ബാഡൂർ, മണിയമ്പാറ എത്തിയാൽ അവിടെ നിന്നും 3 കിലോമീറ്റർ മാറി, ഓഫ് റോഡ് വഴി 3 കിലോമീറ്റർ മാറി വേണം ഈ ഷേണി അണക്കെട്ടിൻ്റെ അടുത്ത് എത്തിച്ചേരുവാൻ. വനങ്ങളും പുഴകളും മലകളും കൊണ്ട് സമ്പന്നമായ കാസർഗോഡിൻ്റെ സമ്പന്നമായ പച്ചപ്പുതപ്പിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രത്നം പോലെയാണ് ഷിറിയ അണക്കെട്ട്. ഭീമൻ പാറക്കെട്ടിനിടയിൽ കൂടി ചിരിച്ചുല്ലസിച്ച് കടന്നു പോകുന്ന ജലം ഒരു സംഗീതം പോലെ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ അണക്കെട്ട് 1951 പണിതതാണ് എന്ന് കരുതപ്പെടുന്നു. കൃഷി ആവശ്യങ്ങൾക്കും ജല ലഭ്യതയ്ക്കും വേണ്ടി ഷിറിയ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചതിനാൽ ആണ് ഈ പുഴയ്ക്ക് ഷിറിയ അണക്കെട്ട് എന്ന് പേര് വന്നത്. ഭീമാകാരനായ പാറക്കെട്ടിനിടയിൽ അതിമനോഹരമായ ഒരു നിർമ്മിതി. എത്തിച്ചേരുവാൻ വെറും മോശം വഴികൾ തന്നെയാണ്. ഇപ്പോൾ പോലും അവിടേക്കുള്ള സഞ്ചാരം വളരെ ദുർഘടമാണ്. അപ്പോൾ 1951 ഈ ഡാം ഇത്ര മനോഹരമായി പണിത അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവും. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും ഒരു ആശ്വാസം വേണമെന്നുള്ളവർക്ക് ഷിറിയ അണക്കെട്ട് ഒരു മനോഹര ദൃശ്യ അനുഭവം തന്നെ തരുമെന്നുറപ്പാണ്. ഇവിടെ എത്തിയാൽ ഇവിടുത്തെ കാറ്റും തണുപ്പും ജലത്തിൻ്റെ ആ ഹുങ്കാര ശബ്ദവും നമ്മളെ മറ്റൊരു ലോകത്ത് തന്നെ എത്തിക്കും. ചരിത്രവും പ്രകൃതിയും കൈകോർത്ത് കിടക്കുന്ന ഈ അണക്കെട്ട് ഇന്ന് നാശോന്മുഖമായ ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മുടെ സർക്കാരോ ടൂറിസം വകുപ്പോ അല്പം ശ്രദ്ധ കൊടുത്താൽ ഇതുപോലെ പൈതൃകമായ സംരക്ഷിക്കപ്പെടേണ്ട ഈ അണക്കെട്ട് ജില്ലയിലെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി ഉയരാൻ കഴിവുള്ള ഒരു പ്രദേശമാണ്. ഈ ഡാമിന് 2 ഷട്ടറുകളാണുള്ളത്. അത് ഉയർത്തുന്ന ഒരു ലിവറും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഒരു കനാലിൽ കൂടി, വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച കനാലിൽ കൂടി ജലം കൃഷി ആവശ്യങ്ങൾക്ക് ആ നാട്ടുകാർ ഉപയോഗിക്കുന്നു. പ്രകൃതി സൃഷ്ടി കൊണ്ട് മനോഹരമാക്കിയ ഒരിടം തന്നെയാണ് ഷിറിയ ഡാം.
എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടം. അതാണ് നമ്മുടെ മണിയൻപാറ ഷേണി. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ. പല സിനിമകളും ഈ ഭാഗത്ത് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് നിന്നും ഈ ഭാഗത്തേക്ക് വരുന്നവർക്ക് കാസർഗോഡ് സീതാങ്കോളി, ബാഡൂർ, മണിയമ്പാറ എത്തിച്ചേരാം. അവിടെ നിന്നും 3 കിലോമീറ്റർ ദൂരം ഓഫ് റോഡാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 27 കിലോമീറ്ററോളം ദൂരം കാസർഗോഡ് ടൗണിൽ നിന്നും ഈ ഡാമിൻ്റെ അടുത്തേക്കുണ്ട്. അതുപോലെ കർണാടക വഴി വരുന്നവർക്ക് പുത്തൂർ, അഡ്യനടുക്ക, പെർള വഴിയും ഈ ഡാമിൻ്റെ അടുത്തെത്താം. നമ്മുടെ സർക്കാരോ ടൂറിസം വകുപ്പോ ഈ ചെറിയ ഡാമിനെ അല്പം ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഒരു കാസർഗോഡുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇതുപോലുള്ള നിർമ്മിതികൾ വളരെ അപൂർവമാണ്. കാലപ്പഴക്കം കൊണ്ട് ഇപ്പോഴും പ്രകൃതിയോട് മല്ലടിച്ച് നമുക്ക് നല്ല കാഴ്ച അനുഭവം നൽകുന്ന ഒരു ഡാമാണിത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ. യാത്രകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം. Thank you.